ഹലോ ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പാനും ആധാറും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ നോക്കാമെന്നുള്ളതാണ്. അതായത് വളരെ നാളുകൾ കൊണ്ടേ പാനും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുന്നുണ്ട്. മിക്കവരും അത് ചെയ്തിട്ടുണ്ടായിരിക്കും. ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. മാത്രമല്ല, ഇപ്പോൾ അഥവാ പാൻ കാർഡും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ 1000 രൂപ ഫൈനോട് കൂടിയാണ് നമ്മൾ അതിനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ആദ്യം നമ്മുടെ പാനും ആധാറും തമ്മിൽ ലിങ്ക് ആണോ എന്നറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഗൂഗിളിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ നിന്നും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ നിന്നും ഇടത് സൈഡിലായി കാണുന്ന ഭാഗത്ത് താഴോട്ട് വരുമ്പോൾ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിനുശേഷം പിന്നീട് വരുന്ന വിൻഡോയിൽ താഴെ 2 ബോക്സ് ഉണ്ട്. അതിൽ പാൻ എന്നുള്ളതിൻ്റെ തൊട്ട് താഴെയായി കാണുന്ന ബോക്സിൽ നമ്മുടെ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. അതായത് ആധാർ നമ്പർ എന്ന് എഴുതിയിരിക്കുന്ന തൊട്ട് താഴെയായി നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. ഇത് രണ്ടും ടൈപ്പ് ചെയ്ത് നൽകി കഴിയുമ്പോൾ അതിൻ്റെ ഇടതുവശത്തായി വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നൊരു ബോക്സ് ആക്റ്റീവ് ആകും. അതായത് നീല കളറിൽ തെളിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യുവർ പാൻ ഈസ് ആൾറെഡി ലിങ്ക്ഡ് ടു ഗിവൻ ആധാർ നമ്പർ എന്ന് എഴുതി കാണിക്കുക. അതായത് നമ്മുടെ പാനും ആധാറും തമ്മിൽ ലിങ്ക് ആണെങ്കിൽ നമ്മുടെ പാൻ കാർഡിൻ്റെ ആദ്യത്തെ 2 ലെറ്ററും ലാസ്റ്റ് 2 ലെറ്ററും കാണിക്കുകയും പിന്നീട് നമ്മുടെ ആധാറിൻ്റെ ആദ്യത്തെ 2 അക്കവും അവസാനത്തെ 2 അക്കവും കാണിക്കുകയും ചെയ്യും. അപ്പോൾ പാനും ആധാറും തമ്മിൽ ലിങ്ക് ആണെങ്കിൽ യുവർ പാൻ ഈസ് ആൾറെഡി ലിങ്ക്ഡ് ടു ഗിവൻ ആധാർ നമ്പർ എന്ന് എഴുതി കാണിക്കും. അതല്ല ലിങ്ക് അല്ലെങ്കിൽ യുവർ പാൻ ഈസ് നോട്ട് ലിങ്ക്ഡ് എന്നും കാണിക്കും. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആധാറും പാനും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അധികം ശ്രദ്ധിക്കുക. ഇപ്പോൾ പാനും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതിന് 1000 രൂപ ഫൈൻ അടയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ പാനും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുന്തോറും ചിലപ്പോൾ ഫൈൻ എമൗണ്ട് കൂടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് ക്യാൻസൽ ആവുകയോ ചെയ്യുന്നതാണ്. അതിനാൽ എത്രയും പെട്ടെന്ന് പാനും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യുക.